വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ 10,000 രൂപയാക്കി ഉയർത്തണമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരള ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവധിയെടുത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞുവെക്കുന്ന നടപടി സർക്കാർ ഉടൻ റദ്ദാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ തുച്ഛമായ പെൻഷൻ കിട്ടുന്നത്. ഞങ്ങൾ 40 അതിലധികം കാലം ജോലി ചെയ്തവരാണ്. 40 കൂടുതൽ വർഷം. ഒരു ചെറുപ്രായത്തില് 10-20 വയസ്സിലൊക്കെ ജോലി കയറി ഒരുപാട് കാലം ഞങ്ങള് ചെറിയ കുട്ടികളെ നോക്കി സർക്കാർ പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ 62 വയസ്സായി. ഞങ്ങൾ റിട്ടയർഡ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത്. 2,500 രൂപ ഒരു വർക്കർക്ക്, ഹെൽപ്പർക്ക് 1,500 രൂപയാണ് കിട്ടുന്നത്. അത് സമയത്തൊന്നും കിട്ടൂല. അത് ക്ഷേമനിധി ബോർഡാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത്. 93 മുതൽ ഞങ്ങൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. അപ്പൊ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. വളരെ തുച്ഛമായ പെൻഷൻ. അത് ഈ മാസം ഒന്നും തരില്ല. കുറെ പൈസ കിട്ടാതെ ആകുമ്പോൾ ഞങ്ങൾ കുറെ മുറവിളി കൂട്ടും. അപ്പൊ സർക്കാർ എന്തെങ്കിലും ഒരു വിഹിതം കൊടുക്കും. ക്ഷേമനിധി ബോർഡിലേക്ക് കുറെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ ഫോൺ എടുക്കും, ചിലപ്പോ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്താൽ പൈസ ഇല്ല എന്ന് പറയും. നിങ്ങളെ കയ്യിൽ നിന്ന് ആകെ ഞങ്ങൾ പിടിക്കുന്നത്, ഇപ്പൊ നിലവിൽ പിടിക്കുന്നത്, ഒരു വർക്കറേറ്റിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കറേറ്റിൽ നിന്ന് പിടിക്കുന്നത് 500 രൂപയും ഹെൽപ്പറേറ്റിൽ നിന്ന് പിടിക്കുന്നത് 250 ആണ്. നിലവിൽ വിരമിച്ച വർക്കർമാർക്ക് ക്ഷേമനിധിയിൽ നിന്ന് 2,500 രൂപയും ഹെൽപ്പർമാർക്ക് 1,500 രൂപയുമാണ് ലഭിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്ന ഇവർക്ക് മരുന്നിന് പോലും ഈ തുക തികയുന്നില്ല. 1993 ആരംഭിച്ച ക്ഷേമനിധിയിലേക്ക് വർക്കർമാർ 500 രൂപയും ഹെൽപ്പർമാർ 250 രൂപയും വീതം പ്രതിമാസം വിഹിതം അടയ്ക്കുന്നുണ്ടെങ്കിലും സർക്കാർ വിഹിതം കൃത്യമായി എത്താറില്ല. ഇത് പെൻഷൻ മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. 6 മാസം അവധിയെടുത്തവരുടെ പെൻഷൻ തടഞ്ഞുവെച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും ഇവർ പറഞ്ഞു. അങ്കണവാടി ജീവനക്കാർ ഗ്രാറ്റുവിറ്റിക്ക് അർഹരാണെന്ന 2022 സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതായും നേതാക്കൾ കുറ്റപ്പെടുത്തി. രൂപയാണ് പിടിക്കുന്നത്. ആ പൈസ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. അപ്പൊ ക്ഷേമനിധി ബോർഡിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ എപ്പോ വിളിച്ചാലും പറയും പൈസ ഇല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ലെറ്റർ അയച്ചു ക്ഷേമനിധി ബോർഡിലേക്ക്. അപ്പൊ അവര് രേഖാമൂലം മറുപടി തന്നു, നിങ്ങളിൽ നിന്ന് പിടിക്കുന്ന പൈസ 2 കോടിയോളം ഒരു മാസം വരുന്നത്, ഞങ്ങൾക്ക് പെൻഷൻ തരണമെങ്കിൽ 4 കോടിയോളം രൂപയാണ്. അപ്പൊ സർക്കാർ ഒരു വിഹിതത്തിൽ അടയ്ക്കണം. ആ വിഹിതം യഥാസമയം സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പെൻഷൻ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ തരണം. ഞങ്ങൾ ഇത്രയും കാലം ഈ നാട്ടിലെ കുട്ടികളെ നോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇനി എന്ത് പണിക്കാ പോവുക, എന്ത് ജോലിയാ ഞങ്ങൾ ചെയ്യുക? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളൊരു സർക്കാരിനെതിരല്ല, പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണം. ഇത്രയും കാലം ഇനി ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ ഇവിടെ കഴിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനായ പെൻഷൻ തരണം. ഒരു 10,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് മാസം തരണം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ സരോജിനി, വൈസ് പ്രസിഡന്റ് ഇ പി വസന്ത, സെക്രട്ടറി സുമതി കാളികാവ്, ട്രഷറർ എൻ ജയകുമാരി, ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രഭാവതി എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.